ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട്, അല്ല എനിക്ക് ബ്രോ, ഇത് അവര് തമ്മിലുള്ള ഭാര്യ ഭർത്താവിന്റെ കാര്യല്ലേ, അതിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമുണ്ടോ? ഈ പെൺകൊച്ച്, എന്താ പേരെന്ന് പറയുന്നത്, ശ്രുതി കുമാരി ലക്ഷ്മി, അവര് ചിലപ്പോ സമ്മതത്തോടു കൂടിയാണ് ഒപ്പിട്ടെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ പ്രീതി പറയണ്ടോ, ഒരിക്കലുമില്ല, അവൾ അങ്ങനെ ചെയ്യുന്ന ഒരു പെണ്ണൊന്നും അല്ല. എന്റെ അറിയത്തില്ലേ, എനിക്ക് നന്നായിട്ട് അറിയാം, അവൾ വിവാഹത്തെ അത്ര മഹത്തായിട്ട് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. ഓ, എന്റെ ഭാര്യനെ പോലെ ആയിരിക്കും. അല്ല, എന്റെ ഭാര്യ രേവതിയെ അങ്ങനെയാണേ. വിവാഹം എന്ന് പറഞ്ഞാൽ അവൾ മഹത്തായിട്ട് കാണുന്ന ഒന്നാണ്. അതുപോലെ തന്നെയായിരിക്കും സിസ്റ്ററിന്റെ പെങ്ങളും അല്ലേ. അതെ, അവളും വളരെ നല്ലൊരു പെൺകുട്ടിയാണ്. പിന്നെ ഇത് എങ്ങനെ സംഭവിച്ചെന്ന് അറിയില്ല. ഇതിനിടയിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അവര് തമ്മിൽ എന്തൊക്കെയോ വലിയ പ്രശ്നമുണ്ട്. അതെന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും ആ കരാറ് ക്യാൻസൽ ആക്കണം, ആ കരാർ വേണ്ടെന്ന് വെപ്പിക്കണം, അത് കീറിക്കളഞ്ഞാലും കുഴപ്പമില്ല എന്നൊക്കെ പ്രീതി പറയാണ്. ഓക്കെ, എന്തായാലും ഇത് നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ട കാര്യമല്ല. ആദ്യം ഞാൻ ആ കുട്ടീനെ ഒന്ന് കാണട്ടെ. എന്താ പേര്? ശ്രുതിനെ ഒന്ന് കാണട്ടെ. അതെ, ശ്രുതിനെ വെറുതെ കണ്ട് കാര്യമില്ല ബ്രോ എന്ന് എനിക്ക് പറയാണ്. പിന്നെ അല്ല, അവിടെ ഇങ്ങനെ പെട്ടെന്ന് പോയി ചോദിച്ചാൽ അതിന് മറുപടി ഒന്നും പറയില്ലല്ലോ. അപ്പൊ സച്ചി പറഞ്ഞത്, അതൊക്കെ നീ എനിക്ക് വിട്ടേക്ക്. എങ്ങനെ കസ്റ്റമേഴ്സിന് ഡീൽ ചെയ്യണമെന്ന് എനിക്കറിയാം. ഇത് നിന്റെ പോലത്തെ കസ്റ്റമേഴ്സ് അല്ല. നീ ഡ്രൈവർ ആണെങ്കിലേ ശ്രുതി കാറ്ററിംഗ് വർക്ക് ഒക്കെ ചെയ്യാം. ഓ, അത് നല്ല കാര്യല്ലേ, കാറ്ററിംഗ് വർക്ക്. ശരി, ആ രീതിയിൽ തന്നെ ഞാൻ മുട്ടി നോക്കാം. എന്നതിന് ശേഷം ഞാൻ ആ കുട്ടിയുടെ സംസാരിക്കട്ടെ, പിന്നീട് ഞാൻ നിങ്ങളെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് പോവുകയാണ്. ഇയാൾ വെച്ചെന്തെങ്കിലും നടക്കോ എന്ന് പ്രീതി ചോദിക്കുമ്പോ, പ്രീതി സിസ്റ്റർ ഒന്ന് അടങ്ങ്. സച്ചി വിചാരിച്ച പോലത്തെ ഒരാളല്ല. കാണുമ്പോ ചിലപ്പോ പ്രീതി സിസ്റ്റർ ആദ്യമായിട്ട് കാണുന്നോണ്ടായിരിക്കും തോന്നുന്നത് ചിലപ്പോൾ കാര്യങ്ങളൊന്നും നടക്കില്ലെന്ന്. പക്ഷെ സച്ചിയെ ഭയങ്കര ബുദ്ധിമാനാണ്. അവനെ കുറിച്ച് പ്രീതി സിസ്റ്ററിനൊന്നും അറിയില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ വലിയ ഫാനായി മാറും. എന്തായാലും നടന്നാ മതിയായിരുന്നു. എനിക്ക് അത്രേ ഉള്ളൂ. നടക്കും, നടന്നിരിക്കും എന്നൊക്കെ എനിക്ക് പറയാട്ടോ. അങ്ങനെ അശ്വിൻ നേരെ പോണത് ശ്രുതിയുടെ അടുത്തേക്കാണ്. ഹലോ. അപ്പൊ ശ്രുതി തിരിയുന്നുണ്ട്. ആ ഹലോ, ആരാ? അല്ല, ഇത് ശ്രുതി മേഡം അല്ലേ? അതെ, ഇതാരാ എന്ന് ചോദിക്കുമ്പോഴേക്കും, എന്റെ പേര് സച്ചി എന്നാണ്, ഞാൻ ഡ്രൈവറാണ്. ആ, അല്ല, എന്നെ കാണാൻ വന്നത്? അല്ല മേഡം, ഈ കാറ്ററിംഗ് വർക്ക് ഒക്കെ ചെയ്യുന്ന ആളല്ലേ? ആ, അതെ, ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പൊ ചെയ്യുന്നില്ല. അയ്യോ, അത് കഷ്ടമല്ലോ മേഡം. മേഡം നല്ലതായിട്ട് സ്വീറ്റ്സ് ഉണ്ടാക്കുന്നൊക്കെ അറിഞ്ഞ് ഒരു ഓർഡർ എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു ഞാൻ. സോറി, ഇപ്പൊ ആ ഓർഡർ ഒന്നും ഞാൻ ചെയ്യാറില്ലെന്ന് പറയാണ്. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? മേഡത്തിനെ വിശ്വസിച്ചിട്ടാണ് അവരെന്നെ ഇങ്ങോട്ട് വന്ന് കാണണമെന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, എനിക്കൊരാളെ അറിയാം, അവരെ ഒന്ന് പോയി കാണൂ, അവര് നിങ്ങൾ പറഞ്ഞ രീതിയിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചു തരും എന്ന് പറയണം. അയ്യോ മേഡം, അത് മേഡത്തിനെ വന്ന് കണ്ടിട്ട് ചെയ്യണോന്നാണ് പറഞ്ഞത്. വേറെ ആൾക്കാരെയൊക്കെ അറേഞ്ച് ചെയ്യുമ്പോഴേക്കും അത് ഇങ്ങനെ സെറ്റപ്പ് ആവോ മേഡം? അതെ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആ ഒരു മാനസികാവസ്ഥയല്ല. കാറ്ററിംഗ് വർക്ക് ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. എന്തു പറ്റി മേഡം, സുഖമില്ലേ എന്ന് സച്ച് ചോദിക്കുമ്പോൾ, അതൊന്നും നിങ്ങൾ അറിയണ്ട. എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, അവരെ പോയി കണ്ടാൽ മതി. അവര് നല്ല രീതിയിൽ തന്നെ ഫുഡും കാര്യങ്ങളും സ്വീറ്റ്സ് ആണെങ്കിലും എല്ലാം ചെയ്തു തരും. ആ, എങ്കിലും മേഡം ഒരു കാര്യം ചെയ്യും, എന്നാലും മേഡത്തിന് അന്വേഷിച്ചിട്ടാണല്ലോ എന്നോട് വന്നത്. ഞാനൊരു കരാർ തരാം, അതിലൊന്ന് ഒപ്പിട്ടുതാ. മേഡം ഈ കാറ്ററിംഗ് വർക്ക് ചെയ്യാൻ താല്പര്യമില്ലെന്ന് ഒപ്പിട്ടുതാ. അപ്പൊ എനിക്ക് അവരെ കൊണ്ട് കാണിക്കാലോ. മേഡം താല്പര്യമില്ലെന്ന് പറഞ്ഞത് കൊണ്ടിട്ടാണ് മറ്റവരെ പോയി കണ്ടതെന്ന് എനിക്ക് പറയാലോ എന്ന് പറയുമ്പോ ശ്രുതി പറയണ്ടോ, ഓഹോ, നിങ്ങൾക്കും കരാറോ? കൊള്ളാം, എല്ലാവരും കരാറിന്റെ ആൾക്കാരാണ്. ഈ ആണുങ്ങളെല്ലാം ഇങ്ങനെയാണല്ലേ എന്ന് ചോദിക്കുമ്പോ സച്ച് ചോദിക്കണ്ടോ, ഓഹോ, മേഡം ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ മേഡത്തിന് വേറെ ആരോ കരാർ തന്ന് പറ്റിച്ചിട്ടുണ്ടെന്നാണല്ലോ അർത്ഥം എന്ന് പറയുമ്പോൾ ശ്രുതി സച്ചിയുടെ മുഖത്തേക്ക് നോക്കുക. എന്താ മേഡം, ഞാൻ പറഞ്ഞ ശരിയല്ലേ? വേറെ ഏതോ കരാറിൽ മേഡം കുടുങ്ങിക്കിടക്കുവാണ് അല്ലേ? അത് അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അല്ല, ഓരോരുത്തരുടെ സംസാരം കേട്ടാലേ മനസ്സിലാവും. ഞാനേ ഡ്രൈവർ ആയതുകൊണ്ടായിരിക്കും. മേഡം കാറ്ററിംഗ് വർക്കല്ലേ, മേഡം ഒരു അടുക്കളയുടെ അടുക്കളയിൽ ഒതുങ്ങിയാണ് അപ്പൊ വർക്കും പാചകവും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ ഞാനല്ല, ഞാൻ കാർ ഡ്രൈവറാണ്. എനിക്ക് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടേണ്ടി വരും, ഒരുപാട് സ്ഥലങ്ങളിൽ പോകേണ്ടി വരും, ഒരുപാട് ആൾക്കാരായിട്ടുള്ള സമ്പർക്കമുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ആൾക്കാരുടെ മനസ്സറിയാൻ പറ്റും. അതുകൊണ്ട് മേഡത്തിന്റെ ഒന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കിയെന്നുള്ളത്. എനിക്കെന്തോ അങ്ങനെ തോന്നി, മേഡം ആകെ മൂഡ് ഔട്ടാണ്. എന്തോ കരാറിന്റെ പേരിൽ തന്നെ ആയിരിക്കും മൂഡ് ഔട്ട്. അല്ലെ, ഞാൻ കരാർന്ന് പറഞ്ഞപ്പോ മേഡത്തിന് പെട്ടെന്ന് ടെൻഷനും ദേഷ്യവും ഒക്കെ വന്നത്. ശ്രുതി പറയണ്ട്, അത് ശരിയാ നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ സംസാരിക്കുമ്പോ എനിക്കെന്തോ ഒരു റിലാക്സേഷൻ ഒക്കെ ഉണ്ട്. മേഡം എന്നെ ഒരു ആംഗിളായിട്ട് കണ്ടോളൂ കേട്ടോ. എനിക്ക് ആംഗളമാരൊന്നും ഇല്ലാന്ന് പറയണം. അതാ ഞാൻ പറഞ്ഞത്, എന്നെ ഒരു ആംഗിളായിട്ട് കണ്ടോളാം. മേഡത്തിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ സോൾവ് ചെയ്ത് തരാം. എന്റെ പ്രശ്നമൊന്നും ആർക്കും സോൾവ് ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനത്തെ ഒരു പ്രശ്നമാണ്. അതൊക്കെ സാരില്ല, എന്തായാലും ചോദിച്ചല്ലോ. എന്നാൽ നിങ്ങൾക്ക് കാറ്ററിംഗ് വേണമെന്നുണ്ടെങ്കിൽ ആ പുള്ളിക്കാരത്തിനെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഞാൻ നമ്പർ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി നമ്പറൊക്കെ കൊടുക്കാട്ടോ. ശ്രുതി പോയിക്കുമ്പോ സച്ചിക്ക് വളരെ വിഷമം പോലെ തോന്നുവാണ്. പാവം പെൺകുട്ടി എന്തോ വലിയൊരു അപകടത്തിൽ പോയി ചാടിയും തോന്നുന്നു എന്നൊക്കെ സച്ചി മനസ്സിൽ വിചാരിക്കുകയാണ്. ശേഷം സച്ചി എനിക്ക് എന്നെ ഫോൺ വിളിക്കുന്നുണ്ട്. ഹലോ, ആ എന്തായി ബ്രോ, ശ്രുതിനെ കണ്ടിരുന്നോ? കണ്ടിരുന്നു. നീ പറഞ്ഞ പോലത്തെ അത്ര ധൈര്യശാലിയൊന്നല്ല കുട്ടി, ആകെ തളർന്നൊടിഞ്ഞിരിക്കുന്ന ഒരു പാവം കുട്ടി. അവളത് ഇപ്പൊ ഇങ്ങനെ ആയതാ ഈ കല്യാണത്തിന് ശേഷം. അവൾക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ കരാറിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി എനിക്ക് ബ്രോ എന്ന് സച്ചി പറയാണ്. അതെന്താന്ന് ചോദിക്കുമ്പോ, ആ കുട്ടി ഒട്ടും
ഇഷ്ടമല്ല ആ കരാറിൽ സൈൻ ചെയ്തത്. ആ കുട്ടിക്ക് ഈ വിവാഹ ബന്ധമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഈ കരാറ് അതിന്റെ പേരിൽ ആ കുട്ടി ഒരുപാട് അനുഭവിക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. അതെ, അതന്നെയാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് എങ്ങനെയെങ്കിലും ആ കരാർ ഇല്ലാതാക്കിയേ പറ്റൂ എന്ന് എനിക്ക് പറയാണ്. എനിക്കും താല്പര്യമുണ്ട്. പാവം ആ കുട്ടിയുടെ മനസ്സ്, ആ മുഖം എനിക്ക് മായുന്നില്ല. എന്റെ രേവതിനെ പോലെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ സങ്കടങ്ങൾ മാത്രം ബാക്കി. ഓ, ഈ സച്ചിബ്രോട് ഒരു കാര്യം എന്ത് പറഞ്ഞാലും രേവതി രേവതി പറയും. അതെന്താടാ, എന്റെ ഭാര്യയുടെ കാര്യം എനിക്ക് പറഞ്ഞൂടെ? ആ, അതൊക്കെ പോട്ട് ബ്രോ. നമുക്ക് വൈകുന്നേരം കൂൾ ബാറിലൊന്ന് കൂടണ്ടേ? നേരത്തെ ആ പ്രീതി സിസ്റ്റർ ഉള്ളതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ പറഞ്ഞല്ലേ. എന്തായാലും സിസ്റ്ററിനെ കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഞങ്ങൾ രണ്ടിലും പാറിലാണ് കൂടുന്നതെന്നൊക്കെ സിസ്റ്ററിന് മനസ്സിലായിട്ടുണ്ട്. അതൊന്നും മനസ്സിലാക്കാനുള്ള ആ ബുദ്ധിയൊന്നും പ്രീതി സിസ്റ്ററിന് ഇല്ലെന്നേ. അത് ശ്രുതിക്കാണെങ്കിൽ മനസ്സിലായെന്നേ. പ്രീതി ഒരു പഞ്ചപാവമാണ്. ഈ ശ്രുതിനേക്കാളും പാവമാണ് പ്രീതി. അതാണ് എനിക്ക് നമ്മുടെ നാട്ടിലെ പെമ്പിള്ളയുടെ കുഴപ്പം. ഒരുപാട് പാവാൻ പാടില്ല. തന്റെ ഇടം കാണിക്കേണ്ടടുത്ത് തന്റെ ഇടം കാണിച്ചേ പറ്റൂ. അത് നമുക്കങ്ങനെ പറയാം ബ്രോ. അവരെല്ലാം അനുഭവിക്കുന്നത് എനിക്ക് പറയുന്നുണ്ട്. ശരി, ഞാനൊരു കാര്യം ചെയ്യാം. എന്തായാലും നാളെ തന്നെ അശ്വിൻ സാറെന്ന് പറഞ്ഞ ആളെ കണ്ടു നോക്കട്ടെ. അതെ, അയാള് വിചാരിക്കുന്ന പോലെ അല്ലട്ടോ. സച്ചി ബ്രോയുടെ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് അയാള്. എടാ, എന്റെ വീട്ടിൽ എന്റെ ചേട്ടന്റെ സ്വഭാവം നിനക്ക് അറിയാലോ. അവൻ ആ പൈസ അടിച്ചോണ്ട് പോയവൻ. അവന്റെ അത്രയും വരുമൊന്നുമില്ലല്ലോ. എന്തായാലും ഞാൻ നേരിട്ടോളാം എന്ന് സച്ചി പറയാണ്. അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഞാൻ ഇയാളെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുമ്പോ, അതെ, ഞാനൊരു കാര്യം ചെയ്യാം. നാളെ അശ്വിൻ വരുന്ന സമയത്ത്, അശ്വിൻ ബ്രോ വരുന്ന സമയത്ത് സച്ചി ബ്രോനെ കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ വണ്ടിക്ക് കുറുകെ നിന്നാ മതി. ഓക്കെ എന്നൊക്കെ പറയാണ്. അങ്ങനെ അശ്വിൻ രാവിലെ തന്നെ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് സച്ചിയാണെന്നുണ്ടെങ്കിൽ അശ്വിന്റെ വണ്ടി തടഞ്ഞത്, അതായത് അശ്വിന്റെ വണ്ടി പോവാതിരിക്കാൻ വേണ്ടി കുറുകെ തന്നെ സച്ചിയുടെ വണ്ടി ഇട്ടിരിക്കട്ടോ. പെട്ടെന്ന് തന്നെ അശ്വിന് ദേഷ്യം വരുന്നുണ്ട്. അശ്വിൻ വണ്ടി തുടങ്ങിയിട്ട്, ഷോ താൻ എന്താണോ കാണിക്കണത്? എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ഇടം വരെ പോകേണ്ടതാണ്, വണ്ടി എടുത്ത് മാറ്റിടോ എന്ന് പറയുമ്പോൾ സച്ചി പറയണ്ട്, അതെ അശ്വിൻ സാറേ എന്ന് പറയാണ്. അതെ, എന്താ കാര്യം ചോദിക്കുമ്പോഴേക്കും എന്റെ വണ്ടി നിന്നുപോയി, അവിടെ വണ്ടി എടുത്ത് മാറ്റിടോ. അതെ, ഈ വണ്ടി ഭയങ്കര കനമുള്ള വണ്ടിയാണ്, എനിക്ക് തള്ളി മാറ്റാൻ പറ്റില്ല. ഒരുപാട് മെക്കാനിക്കിനെയൊക്കെ വിളിച്ചു, ആരും വരുന്നുമില്ല. പിന്നെ സാറ് പറഞ്ഞല്ലോ മാറ്റുന്ന. അങ്ങനെ മാറ്റാൻ പറയാനായിട്ട് എന്റെ വണ്ടിക്ക് ഈ ഭാഷയൊന്നും അറിയില്ല. താനെന്താ എന്നെ കളിയാക്കുവാണോ എന്ന് അശ്വിൻ ചോദിക്കുമ്പോൾ, കളിയാക്കിയതല്ല സാറേ, കാര്യം പറഞ്ഞാണ്. സാർ ഒരു കാര്യം ചെയ്യ്, സാറിന് അത്രയ്ക്കും പോവാൻ ധൃതിയാണെങ്കിൽ സാർ ഈ വണ്ടി തള്ളി മാറ്റിക്കോ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ എന്റെ വണ്ടി തൊടാമെങ്കിൽ എന്റെ അനുവാദം വേണം. താനെന്തൊരു അഹങ്കാരിയാടോ എന്ന് അശ്വിൻ ചോദിക്കുമ്പോൾ, അതെ, ഞാൻ മാത്രല്ല സാറും ഭയങ്കര അഹങ്കാരിയാണ് എന്ന് പറയാണ്. അങ്ങനെ തന്നെ ഞാൻ കാണിച്ചു തരാടോ, എന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് മീറ്റിംഗ് താൻ കാരണം മുടങ്ങാൻ പോണത് എന്നൊക്കെ പറയാണ്. നമുക്ക് കാണാം സാറേ, നമ്മൾ ഇനിയും കാണാൻ കിടക്കുന്നേ ഉള്ളൂ. മൈൻഡ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഡാം ഇറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോവാട്ടോ. സച്ചിക്ക് ചിരിയാണ് വരുന്നത്. ഇയാളൊരു പാവമാന്ന് തോന്നുന്നു, കുറച്ച് മുൻകോപം ഉണ്ടെന്നേ ഉള്ളൂ. അത് വെറും ഒരു ഇങ്ങനെ പുറന്തോട് മാത്രമാണ് എന്ന് സച്ചിക്ക് മനസ്സിലാവാട്ടോ. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.